ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എന്തായാലും ഇൻട്രോ ഞാൻ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നൊരു സ്പെഷ്യലുണ്ട്, ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി വല്ലതും കഴിക്കാം ഗൈസ്. അപ്പോൾ ഇന്നിവിടെ കഴിക്കാൻ ചപ്പാത്തിയും ബീഫ് കറിയാണ്. അപ്പം ബീഫ് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മീൻകറിയും ചപ്പാത്തിയും ആ ഒരു റെസിപ്പി കഴിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തി മീൻകറിയൊക്കെ കഴിച്ചിട്ട് നേരെ ക്ലാസ്സിനാവും. അത് കഴിഞ്ഞിട്ട് ചോട്ട് തന്നെ വിളിക്കാൻ വരുന്നുണ്ട്. വിളിക്കാൻ വേണ്ടി നമ്മൾ വേറെ സ്ഥലം വരെ പോകുന്നുണ്ട് ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഓക്കെ, അപ്പോൾ വഴിയെല്ലാം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ കൊച്ചു ഗാർഡനിലോട്ട് ഇറങ്ങിയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ദാണ്ടേ ഇത് നല്ല രസമുണ്ട്. ഞാൻ നട്ടതാ. എല്ലാം കിളിച്ചിട്ടുണ്ട്. എന്നും ഇതുപോലെ ഓരോന്നൊക്കെ ഇങ്ങനെ പൂക്കുവേ. ഇതിൻ്റെ ഇടയിൽ കൂടി ഈച്ചയാണോ എന്താണ്ടൊക്കെ ചാടി പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. 10 മണിയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേസ്. അതാണ്ടേ എൻ്റെ കൊച്ചു ഗാർഡൻ. രാവിലെ ഇത് കാണുമ്പോൾ എന്തോ ഒരു മനസ്സുഖം. ആഹാ, കൊള്ളാം, അടിപൊളി. കാരണം ഞാൻ നട്ട സാധനം ആയതുകൊണ്ട് നമുക്ക് നേരെ ചെന്ന് ഞം കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ചപ്പാത്തി മീൻകറിയാണ് ഗൈസ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് മീൻചാറേ കിട്ടിയുള്ളൂ. ഇന്നലത്തെ മീൻകറി ആയിരുന്നു. അതും കൂട്ടി നമുക്കൊരു അടി അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ക്ലാസ്സിന് പോവാണ്. അത് കഴിഞ്ഞ് ചോട്ട് തന്നെ വിളിക്കാൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ് എല്ലാവർക്കും. അത് കാണിക്കാം നമ്മൾ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ വ്ലോഗിൽ ഇല്ലായിരുന്നെന്ന്. ഗൈസ്, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം പൊന്നു ക്ലാസ്സിന് പോയേക്കും. അപ്പം നമ്മൾ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട് അവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി. അപ്പം ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ബാക്കി കുറച്ച് സർപ്രൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പം അതും കാണിക്കാം. ഓക്കെ, നമുക്ക് നേരെ അവളെ പോയി വിളിച്ചോണ്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതെ, നമുക്കിനി നേരെ നമ്മുടെ വുൾഫ് കുട്ടൻ അത് മെയിനാണ്. അവനെ കാണിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ് ഗൈസ്. നമ്മളപ്പോൾ ഇനി നേരെ പോവാണ് ഗൈസ്. ഇവിടെ വെട്ടക്കുറവുണ്ട് അങ്ങോട്ടേക്ക്. പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. നേരെ പോവാണ്. എവിടാ? അത് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ എന്താ പറയാ, കുറച്ച് പേടിയും ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. അതെന്തിനാ പൊന്നു? എന്തിനാന്ന് വെച്ചാ അത് വഴിയെ പറയാം ഗൈസ്. അപ്പൊ നമ്മളൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, പേടിയുണ്ട്. പിന്നെ അടുത്ത ട്രോള് വരാൻ പോവായിരിക്കും. കണ്ണാപ്പിത്തരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോ കണ്ണാപ്പിത്തരം, ബാക്കിയുള്ളവർ ചെയ്യുമ്പോ ട്രെൻഡിങ്. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ കടയിലോട്ട് പോവാണ്. നമ്മൾ സർപ്രൈസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വാങ്ങാൻ വന്നേക്കുക ഗൈസ്. സർപ്രൈസ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നേരെ ടാറ്റു സെൻറ്ററിലെത്തി ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബുഗുടി അടിക്കാൻ വന്നതാണ് ഗൈസ്. ബുഗുടി നമുക്ക് ഈ ഒരു കാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. മറ്റേതാ ഫ്ലവറിൻ്റെ ഇതുള്ള കിട്ടിയത്. നമുക്കിനി അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് അത് സെറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതടിക്കാം. എൻ്റെ ഒരു തൃപ്തിക്ക് എനിക്കിത് അടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് അടിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പം എനിക്കൊന്നും പോയാലോ തോന്നുന്നില്ല. നനയാൻ പാടില്ലല്ലേ? ചെറിയ കുറച്ച് മടക്ക് കൂടുതൽ.
സീനുമില്ല. എന്തായാലും പറയണ്ടേ പോലെ കുറച്ച് പേടിയുണ്ട്. നോക്കിയേ നോക്കി ബോബ് എന്തൊക്കെ എടുക്കണ്ടേ? ചോരല്ലേ മമ്മ? ചോര വരണം. സെറ്റ് സെറ്റ് കൊള്ളാം കൊള്ളാം. ഓക്കെ അല്ലടാ? അതാണ് അപ്പുറത്താന്നാണ് കുത്തിയെ. കറക്റ്റ് തന്നെയാണോ കുത്തിയെ? അല്ല, അതിന്റെ തൊട്ടിപ്പുറത്തെ ടച്ച് ചെയ്തായിരുന്നു. അനുരാജേ കാണിച്ചേ കുഴപ്പമില്ല കറക്റ്റ് തന്നെ. അയ്യോ ഈ കാര്യം നല്ല വേദനയുണ്ട്. അതാണ് കുത്തിയത് കറക്റ്റ്. ഇച്ചിരി കയറിപ്പോയെന്ന് തോന്നുന്നു. ഇതോ അമ്മച്ചേ ഇത്രയും ഡേഞ്ചർ ആയിരുന്നില്ലേ? ഇന്നത്തെ കാര്യം അറിയോ? രണ്ട് കാത് രണ്ട് ഷേപ്പ് ആയിരിക്കും. കാതേ ഇവിടെ ഇതിൽ ചോര വന്നിട്ടുണ്ട്. എല്ലാം ചോര വന്നു കുടിക്ക് വന്നു. നോക്കിയേ കുഴപ്പമില്ല. നേരെ നോക്കിയേ കൊള്ളാം കൊള്ളാം. ചെയ്തിട്ട് ഇങ്ങനെ പെരുപ്പം മുകളിലോട്ട് വെച്ച് ഇങ്ങനെ ഗ്യാപ്പ് ആക്കണം. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ആക്കണം. എന്നിട്ട് ഈ ഗ്യാപ്പ് തുടങ്ങും. ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യണം. ഇതിനെ മുകളിലോട്ട് പോകുമ്പോൾ ഈ ഗ്യാപ്പ് വരും. കണ്ടോ? ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ബ്ലഡ് ക്ലീൻ ചെയ്യാം. എന്നിട്ട് താഴേക്ക് വേനുണ്ടോ? ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇപ്പൊ വേനുണ്ടോ? കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും അതാ ഞാൻ പറഞ്ഞ അന്ന് മൂക്ക് കുത്തിയപ്പോഴും ഞാൻ ഇത് കുത്താൻ പറഞ്ഞത്. തട്ടാൻ പാടില്ല, എന്നും തട്ടരുത്. മുടി കുരിക്കുകയും ചെയ്യില്ലേ? ക്ലീൻ ചെയ്യേണ്ടത് ഒരു 3-4 മാസം ക്ലീൻ ചെയ്യേണ്ടി. എന്തുകൊണ്ടാ? 3-4 മാസം ക്ലീൻ ചെയ്യേണ്ടി വരും. റെഡി ആകും. കഴിയാൻ 6 മാസമൊക്കെ എടുക്കും കഴിയാൻ. എന്തു കരിയാനോ? പോണോ? ചോരയൊക്കെ ചാടുന്നു. ഇങ്ങോട്ട് ഇപ്പുറത്തോട്ടാണ്. ഗൈസ് അപ്പം നമ്മളാണ്ട് സാധനം അടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, ബാക്കി വീട്ടിൽ ചെന്ന് പറയാം. ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നിട്ട് ഗൈസ് ചോക്ക ഇറക്കട്ടെ ഗൈസ്. കാരണം ചോക്ക ഭയങ്കര ബഹളം ഞങ്ങൾ വന്നു നടന്നപ്പം. ചോക്ക ഇറക്കിയിട്ട് വരാം. ഓക്കെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ നിക്ക്, ചോക്ക ഇറക്കിയിട്ട് വരാം. പിടിച്ചോ ഗൈസ്, പറയാൻ കുറച്ചുണ്ട് ഗൈസ്. ചോക്ക മഴയൊക്കെ നനഞ്ഞ് ബാക്കി പറ വന്നു. അതിങ്ങോട്ട് അവിടെ കിടി എക്സ്പീരിയൻസ് പറയൂ ഗൈസ്. നമുക്ക് കുറച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പറയാം. ചോക്ക പൊടി അങ്ങോട്ട്. നല്ലൊരു സാധനം. ഗൈസ് നമുക്ക് കുറച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, ആദ്യമേ ഒന്ന് കാണിക്കാം എല്ലാവർക്കും. ഈ ഒരു ചെവിന്ന് ഇതെന്റെ ഇടത്തെ ചെവി. അത് നല്ലോണം ഇട്ട് മുടി കിടക്കുന്നത്. കണ്ണാടി വല്ലതും വേണം. ജസ്റ്റ് ഒന്ന് എന്നാ കുഴപ്പമില്ല, അത് മതി. ഈ ഇടത്തെ സൈഡില് ഇത് കുത്തിയപ്പോ നല്ല വേദന ഉണ്ടായിരുന്നു. ആ ഒരു വേദനയുള്ളൂ. ഒരു ചെറിയ പെയിൻ ഉണ്ട്, ഇപ്പൊ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇത് കുത്തിയപ്പോ നല്ല അപാര വേദനയായിരുന്നു. ഇപ്പോഴും ആ വേദന അങ്ങനെ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? കൊള്ളാവോ ഇല്ലേ എന്ന് പറയണേ. കൊള്ളാം കൊള്ളാം. ഇപ്പുറത്തെ കാണിച്ചേ. സീനൊന്നുമില്ല, മൂടാ. നല്ല വേദന ഉണ്ട്. എന്നുവെച്ചാ നമ്മള് ബൈക്കിലാ വന്നോണ്ടേ
ആ കാറ്റടിച്ച് ഇന്ന് ചെവിയൊക്കെ അനങ്ങിയതുകൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് ചെവിക്ക്. പിന്നെ നമ്മള് ഇത് അവര് പ്രിക്കോഷൻസ് ബഡ്സ് ഇട്ട് നമ്മള് വാങ്ങി 2 വട്ടം. ഇതെന്താണ് സലൈൻ വാട്ടറും പിന്നെ ഇത് ബഡ്സുമായിട്ട് നമ്മള് ഡെയിലി 2 times ഡെയിലി 2 വട്ടം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പൊ 6 മാസം എടുക്കുന്ന പറഞ്ഞ അതിനു മുമ്പേ ശരിയാവുമായിരിക്കും. എന്ത് ഞാൻ ഫുള്ള് ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ആഗ്രഹിച്ചാണ് ഇത് സംഭവം അടിക്കും. പിന്നെ പേടിച്ച് ഇങ്ങനെ ഇരുന്ന് പറ്റിയില്ല. ഈ വട്ടം എന്തായാലും ഈ വട്ടം ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഓർത്തപ്പോ എന്തായാലും ഈ വട്ടം അടിക്കാന്ന് വിചാരിച്ചു പോയി അടിച്ചാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു. അതുപോലെ നല്ല വേദന. റീലിടാൻ കുത്തുന്നത് വീഡിയോ ഉണ്ട്, റീലിടാം. ഓക്കെ, പിന്നെ നമുക്ക് ഇനി നമുക്ക് ഇവിടെ വേറെ കുറച്ച് കാര്യമുണ്ട്. നമ്മളിവിടെ ഒരു എഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ എഗ്ഗിനകത്ത് വെയിനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. വീട്ടിലാണെങ്കിൽ പട്ടി ബഹളം ഉണ്ടാക്കുന്നത് ഗൈസ്. നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ വിരിയാൻ വേണ്ടിയിട്ട്. അപ്പം അകത്ത് മൊത്തം അതെ റിസൾട്ട് ഗൈസ്. ഒരു 4 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അതിനകത്ത് കുഞ്ഞായി തുടങ്ങി, നല്ല വെയിനൊക്കെ വന്നു. ഇപ്പൊ അത് അനക്കമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ആക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കാണിക്കാവേ. അതിനകത്ത് ഇങ്ങനെ നേർവൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ നേർവൊക്കെ കാണിക്കാം. ഗൈസ് ഇതിപ്പോ എത്ര ദിവസം അയച്ചോട്ടു? 7 ദിവസം കൊണ്ടായി ഗൈസ്. ഈ ഒരു മുട്ട എന്ന് മാറ്റി വെച്ചേക്കുക. ഇതാണ് ഗൈസ്. അപ്പൊ ഓരോന്ന് എടുത്ത് നമുക്ക് അതിന്റെ നേർവ്സ് കാണിക്കാം. അല്ലേ പൊന്നു? ഓക്കെ ഗൈസ്. അയ്യോ, ഇത് കാണിക്കാൻ നല്ല ഇരുട്ട് വേണം ഗൈസ്. ഇതിനകത്ത് അങ്ങനെ വലുതായിട്ട് നല്ല ഇരുട്ടുള്ള കാണാൻ പറ്റുന്നില്ല. പക്ഷെ നേരിട്ട് കണ്ടാലേ അറിയത്തില്ല. ഇതിനകത്ത് സംഭവം കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇതാണ് അതിന്റെ കുഞ്ഞ് വന്നിട്ടുണ്ടല്ലേ, ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നല്ല രീതിക്ക് ഞാർവൊക്കെ വന്നിട്ടുണ്ട്. വിരിഞ്ഞാ മതിയായിരുന്നു. അപ്പം ഇതാണ് എല്ലാത്തിന്റെ അവസ്ഥ. ചിലതിലൊക്കെ താണ്ട് ഇത് വന്നിട്ടുണ്ട്, ചിലതില് നേറ് മാത്രമേ വന്നിട്ടുള്ളൂ, കുഞ്ഞ് വന്നിട്ടില്ല ഇതുവരെ. ചെറിയൊരു കോശം വന്നിട്ടുണ്ട്. അത് എടുത്ത് വെക്കുവാണ്. അത് കുറച്ച് പ്രശ്നമുള്ള മുട്ട. അപ്പൊ എല്ലാ മുട്ടയിലും ഇതുപോലെ കുറച്ച് നേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതെ, ഇത് എന്തായാലും നമ്മളിത് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇത് വിരിയുമ്പോ എന്തായാലും കുഞ്ഞുങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പൊ വിരിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, എല്ലാത്തിലും കുഞ്ഞൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം വിരിഞ്ഞാ അത്രയും നല്ലത്. പിന്നെ ഗൈസ് കണ്ടോ, ഞാൻ ഈ കമന്റ് ഇവിടെ ക്ലിപ്പ് കുത്തി വെച്ചേക്കാണ്. കാരണം മുടി ഉരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല കെയർ ചെയ്യണം അല്ലേ? അതുപോലെ നല്ല വേദനയുണ്ട് ഗൈസ് എനിക്ക്. അതുകൊണ്ട് ഞാൻ കുത്തി വെച്ചേക്കോ ക്ലിപ്പ് വെച്ചിട്ട്. അപ്പൊ ബാക്കി കാണാം നമുക്ക് ഗൈസ്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജിമ്മിന് പോകാൻ പോവാണ്. കുറച്ച് മസിലൊക്കെ അടിച്ച് കേട്ടിട്ടെ ഗൈസ്. ഓക്കെ പൊന്നു, ഞാൻ പോവാന്നേ. ഓക്കെ, പൊന്നു എന്തോ ചെയ്യും? ഞാനൊരു കമ്മൽ ഊരി താഴെ കിടക്കുന്ന ഉള്ള കമ്മലെല്ലാം ഊരി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ പോയി കുറച്ച് മസിലൊക്കെ അടിച്ച് കയറ്റിട്ട് വരാം. ഓക്കെ, വണ്ടിയൊക്കെ ഇരിക്കണേ. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ ഇവിടെ ക്ലിപ്പൊക്കെ കുത്തി ഇനി കിടക്കാൻ പോവാണ്. വേദനയുണ്ടോ പൊന്നു? ആ, വേദനയുണ്ട്. ഈ ഒരു കാലം നല്ല വേദനയുണ്ട്. എന്താന്ന് അറിയത്തില്ല. നോക്കട്ടെ, കാണിച്ചേ. ചെറുതായിട്ട് നീരായിട്ടുണ്ട്. ഇവ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനൊന്നുമില്ല, സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മള് നൈറ്റ് താണ്ട് ഒരു സ്മൂത്തി ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഞാൻ എന്തോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രിങ്ക് ആണിത്. അപ്പൊ എന്തായാലും എന്റെ ആഗ്രഹം എന്തായാലും സാധിച്ചെന്ന്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് കെയർ ചെയ്തേ പറ്റും. കാരണം പഴുത്ത് എനിക്ക് ഭയങ്കര തല വിളിക്കുമ്പോഴൊക്കെ ഒരു വേദന. അത് കുത്തിൻ്റെ അതിപ്പോ മാറിയോ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മസ്റ്റ് നല്ലൊരു കെയർ വേണം. അപ്പൊ ഇനി ഒരു 3 അണ്ണൻ പറഞ്ഞത് 6 മാസമാവും. പക്ഷെ അത്ര എടുക്കത്തില്ലായിരിക്കും. അതിന് മുമ്പേ സെറ്റ് ആവും.
സെറ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനി അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. ബൈ. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്. ഓക്കെ, ബൈ.